CPM-നുള്ളിലെ ഈ പടലപ്പിണക്കങ്ങൾ ഇങ്ങനെ തുടരുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TK ഗോവിന്ദനെതിരെ പാർട്ടി നടപടി ഇന്നുണ്ടായേക്കും എന്നുള്ള സൂചനകളും വരുന്നത്. കൂടാതെ ഗോവിന്ദന്റെ ആരോപണങ്ങൾക്കുള്ള മറുപടി നൽകാൻ മലപ്പട്ടണത്ത് നടക്കുന്ന വിശദീകരണ യോഗത്തിൽ MV ജയരാജൻ വ്യക്തമാക്കും എന്നും മനസ്സിലാക്കാൻ കഴിയുന്നു. ഗോവിന്ദന്റെ സ്ഥാനാർത്ഥിത്വത്തെ പിന്തുണയ്ക്കുന്നതിൽ കോൺഗ്രസ് പ്രവർത്തകരും നേതാക്കളും അതൃപ്തിയിലാണ്. മിഥുൻ പിള്ള ചേരുന്നു. മിഥുൻ, കഴിഞ്ഞ ദിവസം നമുക്കറിയാം ഗോവിന്ദൻ തൊടുത്തുവിട്ട മുനകൾ എവിടെയാണ് കൊണ്ടുചെന്നെത്തിയത് എന്നുള്ളത്. PK ശ്യാമളയെ എന്തുകൊണ്ട് സ്ഥാനാർത്ഥിയാക്കുന്നു, അവർ ഇത്രയും നാളും ചെയ്ത പ്രവൃത്തികൾ എന്തൊക്കെ എന്നുള്ളത്, ആന്തൂറിലെ സാജന്റെ മരണത്തിലടക്കം വളരെ കൃത്യമായ കാര്യങ്ങളാണ് കഴിഞ്ഞ ദിവസം TK ഗോവിന്ദൻ മാധ്യമങ്ങൾക്ക് മുൻപാകെ തുറന്നടിച്ചത്. പാർട്ടി കടുത്ത പ്രതിരോധത്തിലാകുന്ന കാഴ്ചയും നമ്മൾ കണ്ടതാണ്. എന്തായാലും TK ഗോവിന്ദൻ ഉയർത്തിയ ആ ചോദ്യങ്ങൾക്ക്, ആ ചോദ്യശരങ്ങൾക്ക് മുന്നിൽ ഒരു വിശദീകരണം, ന്യായീകരണം ഒക്കെ പാർട്ടിക്ക് നൽകിയേ മതിയാകുകയുള്ളൂ. അത് ഇന്നുണ്ടാകും എന്നാണോ മനസ്സിലാക്കാൻ കഴിയുന്നത്? തീർച്ചയായും രോഹിണി, നമുക്കറിയാം കണ്ണൂരിൽ ചരിത്രത്തിലില്ലാത്ത പ്രതിസന്ധിയിലൂടെയാണ് CPM ഇപ്പോൾ കടന്നു പോകുന്നത്. ഒരു ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം തന്നെ CPM-ന്റെ സ്ഥാനാർത്ഥിക്കെതിരെ രംഗത്ത് വരുന്നു. ആ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ പ്രതിഷേധിച്ച് പാർട്ടി വിടുന്ന ഒരു സാഹചര്യം. അത്തരത്തിൽ കടുത്ത നിലപാടിലേക്ക് പോകുന്നത് പാർട്ടി കോട്ടയായ തളിപ്പറമ്പിൽ ഞെട്ടിക്കുന്ന ഒരു സാഹചര്യമാണ് CPM-നെ സംബന്ധിച്ച് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇന്നിപ്പോൾ TK ഗോവിന്ദനെതിരെ നടപടി എടുത്തുകൊണ്ടൊരു പ്രതിച്ഛായ ശ്രമമാണ് CPM നടത്തുക. അല്പസമയത്ത് ആകും തന്നെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് യോഗം വിളിച്ച് ചേർത്ത് നടപടി ഉണ്ടാകാനുള്ള സാധ്യത തന്നെയാണ് നിലനിൽക്കുന്നത്. മറ്റൊന്ന്, ഇന്നിപ്പോൾ മലപ്പുറത്ത്, അതായത് TK ഗോവിന്ദന്റെ നാട്ടിൽ ഒരു വിശദീകരണ യോഗം ചേർത്തിട്ടുണ്ട്. അവിടെ MV ജയരാജനും KK രാജേഷും അടക്കമുള്ള CPM നേതാക്കൾ പങ്കെടുക്കും. അതായത് ഏതെങ്കിലും തരത്തിൽ അണികൾ വിട്ടുപോകാൻ സാധ്യതയുണ്ടെങ്കിൽ അവർക്ക് മുന്നിൽ കൃത്യമായ വിശദീകരണ യോഗം നടത്തി കാര്യങ്ങൾ തെളിയിക്കാനൊരു ലക്ഷ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു നീക്കം CPM നടത്തുന്നത്. അതിനിടെ ഗോവിന്ദനെ തളിപ്പറമ്പിൽ പിന്തുണയ്ക്കാനുള്ള നീക്കത്തിനെതിരെ കോൺഗ്രസിനുള്ളിലും പ്രതിഷേധം ശക്തമാകുന്നുണ്ട്. കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ K സുധാകരന് ലീഡുണ്ടായ ഒരു മണ്ഡലമാണ്. അത്തരമൊരു സാഹചര്യം നിലനിൽക്കെ ഒരു CPM-കാരനെ അവിടെ പിന്തുണയ്ക്കേണ്ട ആവശ്യമില്ല. പകരം കഴിഞ്ഞ തവണ മത്സരിച്ച അതേ വ്യക്തിയെ വീണ്ടും മത്സരിച്ചാൽ തന്നെ കോൺഗ്രസിന് സാധ്യതയുണ്ട് എന്നൊരു വിലയിരുത്തൽ കോൺഗ്രസ് അണികൾക്കിടയിലുണ്ട്. അതിന് പകരം ഈ TK ഗോവിന്ദനെ പിന്തുണയ്ക്കുന്നത് ആത്മഹത്യാപരമാണ് എന്നൊരു വിമർശനം കൂടി അണികൾ ഉന്നയിക്കുന്നുണ്ട്. മാത്രമല്ല, TK ഗോവിന്ദനെ പിന്തുണയ്ക്കാനാണ് നേതൃത്വത്തിന്റെ തീരുമാനമെങ്കിൽ രാജിവെക്കുമെന്ന് അടക്കമുള്ള ഒരു ഭീഷണിയും ഈ അണികൾ ഉന്നയിക്കുന്നുണ്ട്. അതായത് ഇന്ന് കാര്യങ്ങൾ സംഭവബഹുലമാകും എന്ന് തന്നെയാണ് കരുതുന്നത്. മാത്രമല്ല, ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ ജില്ലയിൽ ഉണ്ട് താനും. എന്തെങ്കിലും തരത്തിലുള്ള പ്രതികരണങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്നും കണ്ടറിയേണ്ടിയിരിക്കുന്നു ധോണി. അതെ, ശരി മിഥുൻ. എന്തായാലും മുഖം രക്ഷിക്കാനുള്ള ഒരു തത്രപ്പാടിൽ തന്നെയാണ് പാർട്ടി എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കഴിഞ്ഞ ദിവസം TK ഗോവിന്ദൻ പറഞ്ഞ വെളിപ്പെടുത്തലുകളെല്ലാം തന്നെ പാർട്ടിയെ കടുത്ത പ്രതിരോധത്തിലാക്കുന്നത് തന്നെ ആയിരുന്നു. തൽക്കാലം നടപടിയെടുത്ത് മുഖം രക്ഷിക്കും ആയിരിക്കും അല്ലേ?